ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താർ മരുഭൂമിയിലെ നിയമം. സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ മഹാനായ സയ്യിദുൽ ഉലമ, ഈ മഹാസമ്മേളനത്തിന്റെ നായകൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ്. അത് മാലിക് ഇമാം പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന ഒരു വാക്കാണ്. മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ, മൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്തഖ, മൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ. തങ്ങളെ നിങ്ങൾക്ക് നല്ലത് ഓണപ്പാട്ട് പാടുകയാണ്, അതിരുന്ന് പാടും. അതല്ലെങ്കിൽ മറ്റു സിനിമാ പാട്ട് പാടുകയാണ് നല്ലത്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 10-400 മഹല്ലത്തിന്റെ കാതേരി, പട്ടിക്കാട് ജാമിയ നൂരിയ, അതുപോലെ ചമ്മാട് ദാറുൽ ഹുദ, അങ്ങനെ പേര് പറഞ്ഞതും പറയാത്തതുമായ ഒട്ടനവധി സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ചുക്കാൻ പിടിക്കുന്ന അറിയപ്പെട്ട ഒരു സയ്യിദ് അല്ലേ, കാതേരുവാണ്. എല്ലാ അർത്ഥത്തിനും സ്വാഗതമാണ്. ഉത്തരവാദപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ പേരില് വിശുദ്ധിയുടെ 100 വർഷം എന്ന് പറഞ്ഞിട്ട് ഉത്തരവാദപ്പെട്ട അതേ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ കബീലിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരു സയ്യിദ്, SYSന്റെ സെക്രട്ടറിയുമായ ഒരു സയ്യിദ് ഒരു ഹദീസ് വായിച്ചണ കോലാപ്പത്. മനസ്സിലായില്ലേ? ഒരു ഹദീസ് വായിക്കണ കോലാണിത്. എഴുതി കൊടുത്തതല്ലേ അല്ലേ? എഴുതി കൊടുത്തിട്ടും അത് മട്ടം പോലെ ഒന്ന് വായിക്കാൻ പറ്റൂലെങ്കിൽ ഇവരൊക്കെ ഈ പണിക്ക് നിർത്താൻ പറ്റുമോ? ഇതൊക്കെ സ്വയം ചെയ്തവറുകൾ പരിഹാസ ആകല്ലേ? അല്ലെങ്കിൽ എഴുതി കൊടുക്കണം ആൾക്കാർ മട്ടം പോലെ അല്ലതൊന്ന് എഴുതി കൊടുക്കണ്ടീന്. അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? സ്വയം മാറിക്കണം. പിന്നെ ഇതിന് ധാരാളം പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. അപ്പൊ പണ്ഡിതന്മാര് മുഖ്യപ്രഭാഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് മാറി നിൽക്കല്ലേ ഇയാൾ വേണ്ടത്? ഇങ്ങനെ വഷളാകാൻ പറ്റുമോ? ഇതൊക്കെ പറയണീല് നമുക്ക് പ്രയാസമുണ്ട്. ഇവലെപ്പ കാദ്യമാരാക്കി കണ്ടു കൊണ്ടിറക്കണത്, ഇവലല്ലേ ഇപ്പൊ കാദ്യമാരായി കൊണ്ടിറക്കണത്. എന്റെ വോയിസ് കേട്ടിട്ട് അതിന് പിന്നെ തോന്നിയാസൊന്നും പറയാതെ കൃത്യമായിട്ട് ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞേരി. മനസ്സിലായി? ഇനി ഈ കാദ്യമാരെ പരിപാടി എന്താ? കാദ്യന്മാര് പറഞ്ഞാൽ ഒരു നാട്ടില് ഒരു മഹല്ലത്തില് പിന്നെ ആ നാട്ടിലൊരു പ്രശ്നം വന്നു, അത് ചിലപ്പോൾ കുടുംബകലഹമാവാം, തൊലാഖ് സംബന്ധമായ വിഷയമാവാം. ഏത് സാഹചര്യം ആണെങ്കിലും അവർക്ക് നീതി കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ നീതിമാനായ കാതിന്റെ ഉത്തരവാദിത്വം. ഈ പിന്നെ അപ്പൊ ഓരോ വിഷയം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വെച്ച് പഠിക്കുന്ന ഗ്രന്ഥങ്ങൾ ധാരാളം ഉണ്ട്. ഇനിയിപ്പോ കർമ്മശാസ്ത്രം എടുക്കുമ്പോൾ കർമ്മശാസ്ത്രത്തിൽ തൊലാഖുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നിട്ട് അതിന്റെ വിധി കണ്ടെത്തുക കർമ്മശാസ്ത്രത്തിൽ നിന്നല്ല കണ്ടെത്തുമ്പോ ഇദ്ദേഹം ഈ വായിക്കണ കോലത്തിൽ ഈ ഭാരത്ത് വായിക്കുകയാണെങ്കിൽ മനുഷ്യന്മാരെ കിയാമന്നാൾ 1-ാം തീയതി വരെ വന്നാലും ഇയാളെ ഏൽപ്പിച്ച ദൗത്യപ്പെടെ തീരുമാനമോ ചിന്തിക്കേണ്ട വിഷയല്ലേ?
ചിന്തിക്കേണ്ട വിഷയമല്ലേ. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കിതാബുകൾ എത്ര കിതാബുണ്ട്, എത്ര എണ്ണം ഇയാൾക്കറി. ഇനിയിപ്പോ കണ്ടതന്നെ മട്ടം പോലെ ഒന്ന് വായിക്കാൻ വയ്ക്കോ? വായിച്ചാൽ തന്നെ അത് വിശദീകരിക്കാൻ കൊടുക്കോ? 1-ാം വാല്യം, 2-ാം വാല്യം, 3-ാം വാല്യം, 4-ാം ഇങ്ങനെയുള്ളതുള്ളേ. അതിൽ തന്നെ ഇമാമുമാരുടെ തഫ്സീറുകൾ ഹർക്കത്ത് ഉള്ളതും ഇടാത്തതും ഉണ്ടാവൂലേ, രണ്ടും ഉണ്ടാവൂലേ. ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഈ കാലിയമാരൊക്കെ ഇപ്പൊ ആക്കിച്ചാന്നിന്റെ ഇസ്ലാമിക ഉസൂൽ എന്ന് പറഞ്ഞെന്നാണ് നിങ്ങൾ കാലിയമാരൊക്കെ ആയിട്ട് വലിയ സോക്കടയുന്നില്ലേ, മുഷാവറീക്ക് എടുക്കായിട്ട് വലിയ സോക്കടയുന്നില്ലേ, SKSSFന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടും വർക്ക് ചെയ്തിട്ടില്ലേ. ഇപ്പൊ SKSSFന്റെ അധ്യക്ഷന അല്ലെ SYSന്റെ അധ്യക്ഷനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആണെങ്കിൽ ചോദിക്കട്ടെ, മറുപടി പറഞ്ഞേരി. എങ്ങനെ മതവിധി കണ്ടെത്തും? എങ്ങനെ മതവിധി കണ്ടെത്തും? കർമ്മശാസ്ത്ര വിഷയം വരുമ്പോ അതുമായി ബന്ധപ്പെട്ടല്ലേ മനുഷ്യന്മാര് ചോദിക്കുക. അല്ലെ ഈ ഖാദിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഖാദിസ്ഥാനം? ഒരു പള്ളി 2 വട്ടം ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ കയറിങ്ങാണ്ട് ഇങ്ങനെ പല്ലും ചിരിയും കാട്ടിങ്ങാണ്ട് ആളായി കുത്തിരിക്കലാണോ? അല്ലെങ്കിൽ നേരത്തെ മോളി പറഞ്ഞ പട്ടിക്കാട് ജാമിയന്റെ തലപ്പത്ത്, ദാറുൽ ഹുദന്റെ തലപ്പത്ത്, അതേപോലെ മറ്റു സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കുത്തിയിരുന്ന കാണ്ട് ചെങ്ങായിമാരെ കാലിയാണെന്ന് പറഞ്ഞ കാലി ആകൂല. അതാണ് പഴയ കാലത്ത് എൻ്റെ നാട്ടുകാരനും ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റും ആയ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് മരിച്ചുപോയി, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ, മൂപ്പര് പറഞ്ഞതുണ്ട്. മനസ്സിലായില്ലേ? ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ മുസ്ലിമീങ്ങളെ മുന്നിൽ സമാധാനം പറയാൻ ഉത്തരം കിട്ടണം? ഇത് കേവലം ഒരു സംഘടനാ വർക്കാണോ? ആണോ? ഒന്നുമില്ലെങ്കിൽ മുസ്ലിം ലീഗിൽ അവിടെ കുച്ചോർപ്പിൽ അവിടെ നിൽക്കുക, അല്ല ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ പാപ്പാനൊപ്പം നിൽക്കണീനി നമുക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ കുച്ചോർപ്പിൽ അവിടെ നിൽക്കുക. ഈ കോലത്തിലില്ല മനുഷ്യന്മാരൊക്കെ ഇസ്ലാം കൈകാര്യം ചെയ്താൽ വെച്ച എന്തൊക്കെ കോരങ്ങം പൊര കയറ്റിയ മാതിരിയാവൂലേ? സാമുദായം ഭിന്നിക്കണമെങ്കിൽ പോണം. ഇനിയിപ്പോ ഇദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയ അപാധം ഉണ്ടെന്നും അതൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ മൂപ്പരെ നിലവാരം വെച്ച് മൂപ്പര് പറയും, കൂളായിട്ട് പറയും, ഞാൻ അനങ്ങാറെ പ്രസംഗിച്ചിട്ടില്ല. ഇതും ഞാൻ ഇന്റെ വക ആരോപണം പറയല്ല. കുറച്ച് മുമ്പേ മുസ്ലിം ലീഗിന് പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? അതൊന്നും നോക്കാതെ ഹരിത പതാക പിടിച്ചിട്ട് നമ്മളെ നടന്നാൽ പിന്നെ നമ്മൾ ഹർഷക്ക് എത്തും എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. പത്രക്കാരെ ഇത് കേട്ടിട്ടാ പത്രക്കാരൻ ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ പതാക പിടിച്ചാൽ ഹർഷിലെത്തുന്നില്ല തങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ വെച്ച്. തങ്ങളെന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ അല്ല. ഈ വിലക്കെ കാദ്യമാരാക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ വേദിയിൽ അല്ലെങ്കിൽ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അതിനൊരു മട്ടോ മാതിരിയും വേണ്ടേ? എന്താപ്പോ ഇതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ വിലയിരുത്തുക? ചില്ലറ വിഷയമാണത്. ഈ വില കൊണ്ട് ഉണ്ടാകുന്ന മുസീബത്ത് ചില്ലറയാണോ? ഇങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഓലക്കൊക്കെ ചിറ്റിട്ട മാതിരി എല്ലായിടത്തും ഓലന്നെ. ഇനി ഓല് നിന്നോട്ടെ, അതിലൊന്നും ഇപ്പൊ ഞമ്മക്ക് അഭിപ്രായമില്ല. പക്ഷെ നിൽക്കുമ്പോ അതിന്റെ ഒരു പൾസ് അറിഞ്ഞാണ്ട് മട്ടത്തിലും മാതിരിയും മനുഷ്യന്മാരെ നിൽക്കണ്ടേ? ഇതിനൊക്കെ എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക? പിന്നെ എന്താന്നറിയങ്ങൾ കുറെ നമ്മൾ പ്രതികരിക്കാത്തത്? അല്ലെങ്കിൽ നമ്മളെ നാടുകൾ ഇപ്പൊ സത്യത്തിൽ മലപ്പുറത്താ നടന്ന പരിപാടിക്കൊക്കെ പിന്നെ നാട് കുട്ടിച്ചോറാകാൻ വേറെ എവിടേക്കും പോണോ? ഇവരീ തങ്ങൾ പാപ്പ വന്ന് ഉദ്ഘാടനം ചെയ്ത പള്ളി അതിപ്പോ ഏതായാലും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇൻഷാല്ല മറ്റൊരവസരത്തിൽ ഞാനും അവിടെ വരാം. അല്ലെങ്കിൽ നിങ്ങളൊരു സലാത്ത് വാർഷികം വെക്കി, അല്ലെങ്കിൽ മതപ്രഭാഷണം വെക്കി, അയക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ വരാന്നല്ലേ ഇയാൾ പറയേണ്ടത്? അങ്ങനെ തന്നെയല്ലേ കോംപ്രമൈസ് ഉണ്ടാക്കേണ്ടത് അല്ലെ? പിന്നെ എന്താണ് മനുഷ്യന്മാര് എന്തോ വെച്ചാൽ ഒന്നും പറയാതെ നിൽക്കാത്തത്? എന്താന്ന് നിങ്ങൾ ഇവലെ പേടിച്ചിട്ടല്ല. നമ്മളെ നാട്ടിൽ കാരണന്മാർക്ക് ചെല്ലുണ്ട്, പൊന്നാര ചങ്ങായിമാരെ, നിങ്ങൾക്ക് പടച്ചോനെ പേടില്ലെങ്കിൽ പടപ്പാളെങ്കിലും ഒന്ന് പേടിച്ചോളിട്ടോ. മനസ്സിലായില്ലേ? അപ്പം ഇനിയിപ്പൊ നമ്മൾ ഇതാക്കിനെ കൊണ്ട് നമ്മളായിട്ട് നമ്മളൊന്നും പറയണ്ട, നമ്മളൊന്നും ചെയ്യണ്ട, പോണ മാതിരി പെയ്ക്കോട്ടെ എന്നില്ല. ആ നാട്ടുകാരുടെ ഒക്കെ മനസ്സിന്റെ ഒരു നന്മ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇരിക്കണ കലാപരിപാടിക്ക് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്യാത്ത എന്താ അറിയോ? മുസ്ലിം സമുദായം മാത്രമല്ല, സുന്നികൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. സുന്നികളും ആയതും അല്ലാത്തതുമായ ഒരു സമൂഹം പുറത്തുണ്ട് എന്നുള്ളത് മാത്രം മാനിച്ചിട്ടാ. മനസ്സിലായില്ലേ? തർക്കിക്കും ന്യായീകരിച്ചും വരുന്ന മനുഷ്യന്മാർക്ക് ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഇവിടെ ഇങ്ങക്ക് എന്ത് പറയണ്ട്? ഒന്ന് വിശദീകരിച്ചെന്നാണ്. പോരാ, ഖാളി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ജനങ്ങൾ പഠിക്കണം. അണ്ടനും അടങ്കോടിന് കയറിയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ഖാലിസ്ഥാൻ എന്നുള്ള സ്ഥാനം. മനസ്സിലായില്ലേ? അത് ഈ ഇപ്പോഴത്തെ സാദിഖ് തങ്ങളെ പോലത്തെ ആൾക്കാരെല്ലാം അവിടെ ഇരിക്കേണ്ടത്.
വിവരവും വിവേകവും ബുദ്ധിയും തൻ്റോടുള്ള ആൾക്കാരായിരിക്കേണ്ടത്. ഇത് കണ്ട അമ്പലത്തിൽ പൂജിക്കും, കണ്ട പെണ്ണ് കണ്ട സെൽഫി എടുക്കും, പിന്നെ ബാക്കിയുള്ളത് പറയേണ്ട വേണ്ടല്ലോ. ഇങ്ങനത്തെ ആൾക്ക് ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ കാളിയാകാൻ പറ്റും? ഇത് ഇപ്പൊ ചോദ്യം, അതിന്റെ മുന്നേ പല പ്രാവശ്യം ചോദിച്ചത്. ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ജനങ്ങൾക്ക് പഠിക്കാനല്ലേ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള വാക്കുകളൊക്കെ. ഇതൊക്കെ ജനങ്ങൾ പഠിക്കണം. കാളി എന്ന് പറഞ്ഞാൽ കണ്ട അണ്ടനും അടങ്കോടനും കയറിയിരിക്കാറുള്ളതല്ല, വിവരമില്ലാത്തവന്റെ സ്ഥാനമാനല്ല ഈ കാളി എന്നുള്ള സാധനം. എന്നൊക്കെ ജനങ്ങൾ പഠിക്കണ്ടേ? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അത് നമ്മൾ പറഞ്ഞേ പറ്റൂ. അത് തങ്ങളാച്ചിട്ട് മിണ്ടായിരിക്കാനും പാടില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.